Hello friends. Fine. How are you? Very good. Also now what we are going to do is we are coming to an end of our discussion of the present tenses in English. Simple present, present continuous, present perfect, and now we have the present perfect continuous tense. So this tense has two aspects. Aspect means I am saying the രീതി എങ്ങനെയാണ് ഒരു ആക്ഷൻ നടക്കുന്നത് എന്നതാണ് എങ്ങനെയെന്നുള്ളതാണ്. സിമ്പിൾ ടെൻസ് അതില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെ ആക്ഷൻ നടക്കുന്നൊന്നും പറയുന്നില്ല. The sun rises in the east. The sun is rising എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭാവം വന്നു. അത് തുടർച്ചയുടെ ഒരു ഭാവം. അതാണ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ആസ്പെക്ട് ഇല്ലാത്ത ടെൻസ് എല്ലാം സിമ്പിൾ ടെൻസ്. ആ രണ്ട് സിമ്പിൾ ടെൻസേ നമുക്ക് ഇംഗ്ലീഷിലുള്ളൂ. ഒന്ന് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. ബാക്കിയുള്ള എല്ലാ ആസ്പെക്റ്റും ഉണ്ട്. ഇവിടെ ഡബിളാണ്. ഇവിടെ പെർഫെക്ഷനും ഉണ്ട്, കണ്ടിന്യൂവേഷനും ഉണ്ട്, കംപ്ലീഷനും ഉണ്ട്, തുടർച്ചയുണ്ട്. തീരുന്നു, പറയുന്ന സമയത്ത് തീരുന്നു, അതുപോലെ തന്നെ തുടർന്നേച്ചാണ് തീരുന്നത്. ഒരു സംഭവം തുടർന്നിട്ടാണ് തീരുന്നത്. നമ്മൾ പറയണം ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നു, പക്ഷേ ഇപ്പോൾ എന്നുള്ളതാണ് ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ. ഇപ്പോൾ എവിടെയുണ്ട്? ആ ഇപ്പോൾ എന്നുള്ളതിനാണ് ഈ ഇമ്പോർട്ടൻസ്. അതാണ് പ്രസന്റ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആക്ഷൻ കംപ്ലീറ്റ് ആണ്, അത് ഇപ്പോഴാണ്, പക്ഷെ അത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ തുടരുന്നൊരു കാര്യമാണ്. I have been reading since morning. രാവിലെ മുതൽ ഇങ്ങനെ വായിച്ച് ഇപ്പോഴും just now I completed. ഇപ്പം ഞാൻ I have been living here എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആ ലിവിങ് തീർന്നു, കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുക, അന്നേരത്തേക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ ഒന്നാമത്തെ കാര്യം ഫോമാണ്. ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് 3 മെമ്പേഴ്സ് ഉണ്ട് ഈ ടെൻസിനകത്ത്. 3 മെമ്പേഴ്സ്. ഇതിപ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി ഒരു ബിഗർ ടെൻസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു കമ്പാർട്ട്മെൻറ്റ്, ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ 3 കമ്പാർട്ട്മെൻറ്റാണ്. ഒന്ന് ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹാസ് എന്താണെന്നറിയാലോ, തേർഡ് പേഴ്സൺ സിംഗുലർ. പിന്നെ ബീൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാമോ? ടു ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ടു ബി എന്ന് പറയുന്ന ക്രിയ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ടു ബി അതൊരു ക്രിയയാണല്ലോ. ടു ബി, ടു ഗോ എന്ന് പറഞ്ഞാൽ ടു ബി. ഇതിൻ്റെ പ്രസന്റ് ഫോംസ് ആണ് ഈസ്, ആം, ആർ. ഇതിൻ്റെ പാസ്റ്റ് ഫോംസ് ആണ് വാസ്, വേർ. രണ്ടെണ്ണം. ഇതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ. ഇതിൻ്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ബീയിങ്. ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ടു ബിക്കുള്ളത്. ടു ബി എന്ന് പറയുന്ന ക്രിയയ്ക്ക് 7 ഫോംസ് ഉണ്ട്. 3 പ്രസന്റ് ഫോംസ്, 2 പാസ്റ്റ് ഫോംസ്, ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ചേരുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ EN അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ മൂന്നാമത്തെ. പക്ഷെ ഇവിടെ അത് പറയാൻ പറ്റിയില്ല. സാധാരണ ഗോ, വെൻ, ഗോൺ മൂന്നാമത്തെ ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ അതല്ല, ഇവിടെ 4ാമത്തെ ഫോമായിട്ട് വരും. ബീൻ, BWN എന്നൊക്കെ. അപ്പം ആദ്യത്തെ ഹാവ് അല്ലെങ്കിൽ ഹാസ്, രണ്ടാമത്തെ ബീൻ, പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അതിൻ്റെ ഒരു ഫുൾ ഫോം ഹാവ് ബീൻ ലിവിങ്. എന്താ ഇത് ഫിക്സ്ഡാണ്. ബീൻ എന്നുള്ളത് ഫിക്സ്ഡാണ്, ഇതിനൊരു മാറ്റമൊന്നുമില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ, രണ്ടാമത്തെ മെമ്പർ ബീൻ ആയിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. അതായത് ഇവിടെ ഇരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല, മറക്കരുത് എഴുതാൻ. ഹാവ് ഹാസ് ഡിസൈഡ് ചെയ്യുന്നതല്ല സബ്ജക്റ്റ്. സബ്ജക്റ്റ് എത്രയാണുണ്ട് അതിൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്. ഇതുണ്ട്. ഐ ഹാവ് ബീൻ, യു ഹാവ് ബീൻ, ഹി ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, ഇറ്റ് ഹാസ് ബീൻ, ബോയ് ഹാസ് ബീൻ, ഗേൾ ഹാസ് ബീൻ, മാൻ ഹാസ് ബീൻ. അങ്ങനെ വി ഹാവ് ബീൻ, യു ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ. അപ്പോൾ ഒറ്റ സ്ഥലത്തെ മാറ്റുള്ളൂ. നമ്മൾ പെർഫെക്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ തന്നെ ഇതുണ്ട്. ഇവിടെ ഇതാണ് ആ മാറ്റം. ഹാസ്. ബാക്കിയുള്ളതെല്ലാം ഹാവ്. എന്താ മാറ്റം വരാൻ കാര്യം? തേർഡ് പേഴ്സൺ സിംഗിൾ ആയതുകൊണ്ട് ഹാസ്. ബാക്കിയുള്ളതെല്ലാം ഹാവ്.
അതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. I have been living there, you have been living there, he has been living there, she has been living there, it has been living there, man has been living there, woman has been living there, monkey has been living there, insect has been living there, people have has. Then അടുത്ത് വരുന്ന we have been living there, you have been living there, they have been living there, people have been living there, Indians have been living there, Americans have been living there, the Chinese have been living there, the Japanese have been living there, the Eskimos have been living there, plural, third person plural. അങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത്തെ നെഗറ്റീവാണ് അത് ഹാസ് നോട്ട് ബീൻ. ഹാസ് അല്ലെ ഹാവ് കഴിഞ്ഞാൽ ഉടനെ നോട്ട്. അപ്പം ഹാസ് നോട്ട് ബീൻ ലിവിങ്, ഹാസ് ബീൻ നോട്ട് ലിവിങ് പറ്റത്തില്ല. അത് അങ്ങനെ പറയില്ല, നമുക്കറിയാവുന്ന ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ പറയാതെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അതിൻ്റെ 2 സെക്ഷൻസ് ഉണ്ട് ഗ്രാമറിൽ. ഇംഗ്ലീഷ് ഗ്രാമർ സ്കൂൾ, ഇംഗ്ലീഷ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്. ഒരു ടി മിസ്സിങ് ആണോ? സാറില്ല. ട്യൂട്ടോറിയൽസ്, ട്യൂട്ടോറിയൽസ്, ട്യൂട്ടോറിയൽസ്. ഒരു ഇൻഡിവിജ്വൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുന്നവരാണ് നമ്മൾ അതിനകത്ത്. ട്യൂട്ടോറിയൽസ് എന്ന് പറയാം ട്യൂഷൻ, ഒരു ട്യൂഷനാണ് ശരിക്കും. നിങ്ങളത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണമുണ്ട്, സമയമുണ്ട് കാണുന്നത്. അപ്പോൾ ഹാസ് നോട്ട് ബീൻ ലിവിങ് ആൻഡ് ദേ ഹാവ് നോട്ട് ബീൻ ലിവിങ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഹാസിൻ ബീൻ ലിവിങ്, ഹാവിൻ ബീൻ ലിവിങ്. മുമ്പ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പോലെ തന്നെ ഒരു വ്യത്യാസത്തേ ഉള്ളൂ. ബാക്കി വരുന്ന രണ്ടും ഒന്ന് ബീനായിരിക്കും, അത് ഫിക്സ്ഡ് ആണ്. മൂന്നാമത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല, പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതർ വൺ ഈസ് ഹാവ് ലിവ്ഡ്. ഇതാകുമ്പോൾ ഹാവ് ബീൻ ലിവിങ് ഉണ്ടോ, വ്യത്യാസമുണ്ടോ? ഹാവ് ബീൻ ലിവിങ്, ഹാസ് ലിവ്ഡ്, ഇത് ഹാസ് ബീൻ ലിവിങ്. ഇപ്പം നെഗറ്റീവ് ആകുമ്പോൾ ഹാസ് നോട്ട് ബീൻ, ഷോർട്ട് ഫോം ഹാസിൻ ബീൻ, ഹാവിൻ ബീൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. He has been living here. വെർബിന് 3 ഭാഗങ്ങളാണ്, 3 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പം എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും പ്രശ്നമല്ല, ആദ്യത്തെ ഭാഗം എടുത്ത് സബ്ജക്റ്റിന് മുമ്പ് എഴുതുക, എതിർക്കുന്നില്ല. അതായത് ഇപ്പം ഇത് ഇത്രയും ഇത് മൊത്തമാണ് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം, ഇവിടം വരെ ഇവിടം വരെ, ഇതാണ് വെർബ്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഹാസ്. അതിനെ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. ഇപ്പം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. Has he been living there? True. Simple. അല്ലേ? ഇനി WH ക്വസ്റ്റ്യൻ. കൃത്യമായിട്ടുള്ള WH വാക്ക് കണ്ടുപിടിക്കുക. ഇപ്പം ഇവിടെ there എന്നാണ്, there. ഇപ്പം there എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, പ്ലേസ്. പ്ലേസിനുള്ള WH വേർഡ് where ആണ്, where. നമ്മൾ ഇവിടം വരെ നോക്കുമ്പോൾ has he been living here, ഇത്ര എന്നതാണ്. has he been living എന്നുള്ളത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പം അത് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം ദേറിന് പകരമുള്ള WH വേർഡ് എടുത്ത് ആദ്യം കൊണ്ടിരിക്കുക. അപ്പം ഇത് കണ്ട ഇവിടെ വന്നു, ഇതിവിടെ നീ പോരുക, ഇവിടെ വന്നു. അപ്പം വേർ ഹാസ് ഹി ബീൻ ലിവിങ്. അത് തന്നെ അടുത്തത് ദേ ഹാവ് ബീൻ ലിവിങ്. വേർ ഹാവ് ദേ ബീൻ ലിവിങ്, വേർ ഹാവ് ദേ ബീൻ ലിവിങ്. മനസ്സിലായില്ല? പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വാട്ട്, വെൻ, ഹൗ, ഹൂ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് ഇതിപ്പോൾ റിവിഷനാണല്ലോ, നമുക്ക് ഇതിൽ കൂടുതൽ ഇവിടെ പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചു. മനസ്സിലായി? അപ്പോൾ അതാണ് ഓക്കെ. അതുപോലെ ഇതെല്ലാം നല്ലപോലെ തന്നെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തന്നെ. ഇത് പെട്ടെന്ന് ഞാൻ നിങ്ങളെ കണ്ട് ഒരു പെട്ടെന്ന് പറഞ്ഞ് അത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ടെൻസ് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫോം, രണ്ടാമത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇംഗ്ലീഷിൽ 6 സ്ഥലത്ത് ഇതിനെ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. ആ വിതരണം ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ്. നമുക്ക് ആകെ 6 സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഇത് വേറെ ഒരു തരത്തിലും വേറെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല.
ഇംഗ്ലീഷിൽ നല്ല മിക്ക ലാംഗ്വേജിലും. ഇതിൽ ലാംഗ്വേജ് യൂണിവേഴ്സൽസ് എന്നാണ് പറയുന്നത്. അത് എല്ലാ ഭാഷയിലും ഉള്ള സംഗതിയാണിത്. എല്ലാ ഭാഷയിലും ഇങ്ങനെ. ഏത് ഭാഷയിലാണ്? ഞാൻ, നീ, അവൻ, അവൾ, അത്, അല്ലേ, ഞങ്ങൾ, അല്ലെ നമ്മൾ, നിങ്ങൾ, പ്ലൂറൽ, അവർ. ഇത് തന്നെ ഇംഗ്ലീഷിലും. ഹിന്ദി എടുത്താൽ അത് തന്നെ. മേൻ, തും, വഹ്, അല്ലേ. ദെൻ നമുക്ക് ഹം, തും, പിന്നെ ദേ, വേ, വേ എന്നല്ല, വേ എന്നല്ല, വേ. അതാണ് ശരിയല്ലേ? എല്ലാ ഭാഷയിലും ഇങ്ങനെ. എല്ലാ ഭാഷയ്ക്കും 6 പോസിബിലിറ്റീസേ ഉള്ളൂ. ചില വേറെ 1-2 പോസിബിലിറ്റീസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ ഇതിനകത്ത് വെറുതെ കൂട്ടിക്കുഴച്ച് ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടാവും. അപ്പം മിക്ക ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും കാണുന്നതാണ് ഈ 6 സബ്ജക്ട്സ്. അതാണ് ഇപ്പം ഞാൻ നമ്മുടെ ഭാഷകൾ പറയുന്നത്. ഞാൻ, നിങ്ങൾ, ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിങ്ങൾ, അല്ല നീ, അല്ല നിങ്ങൾ, അല്ല നീ. അത് കഴിഞ്ഞാൽ അവൻ, അവൾ, അത്. അതിന് പകരം നിൽക്കുന്നതാണ് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാം. ഇപ്പം മരം എന്ന് പറഞ്ഞാൽ അതെന്നല്ലേ പറയുന്നത്. എൻ്റെ പ്രോനൗൺ അത്. ഒരാളുടെ പേര് പറയുമ്പോൾ ഷീല എന്ന് പറയുമ്പോൾ അവൾ എന്നാണ്. അശോക് എന്ന് പറയുമ്പോൾ അവൻ എന്നാവും. അതാണ് പ്രോനൗൺ. അതിനുശേഷം പിന്നെ നമ്മൾ വി, ഞങ്ങളല്ല നമ്മൾ, പിന്നെ നിങ്ങൾ. ഒന്നിലധികം പേരോടെ സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ, അത് പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ. പിന്നെ അവർ നല്ലവരാണ്. മനുഷ്യരെല്ലാം നല്ലവരാണ്. അവർ നന്മ ചെയ്യുന്നു. മനുഷ്യരെല്ലാം നല്ലവരാണ്, മനുഷ്യരെല്ലാം നന്മ ചെയ്യുന്നു നമ്മൾ പറയുകയില്ല. അപ്പോൾ മനുഷ്യൻ്റെ അല്ല മനുഷ്യരുടെ എന്നുള്ളതിന് നമ്മൾ പിന്നെ പറയുന്ന പ്രോനൗൺ, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വേറൊരു നാമം, അതാണ് ദേ, അല്ലേ. അപ്പം അത് നമ്മൾ പറയില്ലേ, കുട്ടികളെല്ലാം കൃത്യസമയത്ത് ക്ലാസ്സിൽ വരുന്നു. അവർ പാഠപുസ്തകങ്ങൾ തുറന്ന് വായിക്കുന്നു. അല്ലാതെ കുട്ടികളെല്ലാം കൃത്യസമയത്ത് ക്ലാസ്സിൽ വരുന്നു, കുട്ടികളെല്ലാം പാഠപുസ്തകം എടുത്ത് വായിക്കുന്നതാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് ആക്ച്വലി? എല്ലാ ഭാഷയിലും ഇങ്ങനെയാണ്. അത് ഒരു ഭാഷയ്ക്ക് മാത്രമല്ല. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇംഗ്ലീഷിലാണ് ഏറ്റവും എളുപ്പം. വെർബിൻ്റെ ആദ്യ ഭാഗം എടുത്ത് സബ്ജക്റ്റിന് മുമ്പേ ഇടുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കിട്ടും. വെർബിൻ്റെ ആദ്യ ഭാഗം എടുത്ത് സബ്ജക്റ്റിന് മുമ്പേ ഇട്ടിട്ട് ചേരുന്ന ക്വസ്റ്റ്യൻ വേർഡ് അതിൻ്റെ മുമ്പ് ഇടുക. അത് ആദ്യം ഇടുക, അത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്ന ഏതാണ് ഉത്തരം വേണ്ടത് അതനുസരിച്ച്. ഇപ്പം സ്ഥലമാണ് വേർ, ഒരു ആളിനോടെന്നാണ് ഹും, ആളിൻ്റെന്നാണെങ്കിൽ ഹൂസ്, അല്ലേ. സമയമാണ് വെൻ, എങ്ങനെയെന്നുള്ളതാണ് ഹൗ, എങ്ങനെ ചെയ്തെന്നുള്ളതാണ് ഹൗ. വേർ, എന്തെന്ന് വാട്ട്, അല്ലേ. എന്ത്, വാട്ട്. അതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഭാഷയിലും ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ അങ്ങനെ പറ്റത്തുള്ളൂ. നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോറി, അതെന്താ? യെസ്, വാട്ട് ഈസ് ദിസ് എന്നത് അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫോം കണ്ടു. ഈ ഫോമിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പം ബീൻ ING എന്നുള്ള ഫിക്സ്ഡ് ആണ്. ഹാവ് ഹാസ് മാത്രമേ മാറുള്ളൂ. അതിനകത്ത് ഒരു സ്ഥലത്തെ മാറ്റുള്ളൂ. അതെവിടെയാ? തേർഡ് പേഴ്സൺ സിംഗുലർ. ഷീ ഹാസ് ബീൻ സ്റ്റിച്ചിങ്. ഷീ ഹാസ് ബീൻ സ്റ്റിച്ചിങ്. കൊടുങ്ങാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇപ്പം തീർന്നതാണ്. ഇപ്പം തീർന്നു എന്നുള്ള അർത്ഥമാണ് പെർഫെക്റ്റ് മാത്രം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമായിട്ട് ഇത് ചെയ്തു. അത് എപ്പോൾ തുടങ്ങി നമ്മൾ കൺസേൺ ആകണ്ട. ഇപ്പം തീർന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് പാസ്റ്റ് ടെൻസ് അല്ല. ഞാൻ പറയല്ലോ, പെർഫെക്റ്റ് ടെൻസിനാണ് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ടെൻസാണ്. വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. കാരണം ആൾക്കാർ വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. അല്ല, ഇപ്പോൾ തീർന്ന കാര്യമാണ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബൈ.